ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് മോഹൻലാൽ. അവാർഡ് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുകയാണ്. മലയാളികളിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് വലിയ ബഹുമതിയെന്നും മോഹൻലാൽ പറഞ്ഞു. സിനിമാ രംഗത്തെ ഏറ്റവും വലിയൊരു അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 48 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. മലയാള സിനിമ എൻ്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതിൻ്റെ ലെഗസി, അതിൻ്റെ ആർട്ടിസ്റ്ററി, അതിൻ്റെ അൺവേവറിങ് സ്പിരിറ്റ്. അത് മാത്രമല്ല, എന്നോടൊപ്പം 48 വർഷമായിട്ട് എന്നോടൊപ്പം സഹകരിച്ച പലരും ഇന്നില്ല. അവരെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമ, അതിൽ പ്രവർത്തിച്ചിരുന്നവർ, എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ, പ്രവർത്തിക്കുന്നവർ, ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ, അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. ഇന്ത്യൻ സിനിമയുടെ പരമോന്നത പുരസ്കാരം നേടിയതിനു ശേഷമാണ് മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. തന്റെ നേട്ടം അത് മലയാള സിനിമയുടെ ഒന്നടങ്കം നേട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. തന്റെ ഒപ്പം പ്രവർത്തിച്ചവരെ, തന്നെ സ്നേഹിച്ചവരെ, തന്റെ സിനിമകൾ കണ്ട് പ്രോത്സാഹിപ്പിച്ചവരെ, സുഹൃത്തുക്കളെ എല്ലാവരെയും ഓർത്തെടുത്തുകൊണ്ടാണ് മോഹൻലാൽ ആ വാർത്താ സമ്മേളനം പൂർത്തിയാക്കിയത്. അമൽനാഥ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മോഹൻലാലിന്റെ വാർത്താ സമ്മേളനത്തിന്റെ സമഗ്ര വിവരങ്ങൾ നൽകാനായി. അമൽ, മോഹൻലാലിനെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകില്ല, അത്രമാത്രം മലയാളിക്ക് സ്നേഹമാണ്, ഇഷ്ടമാണ്. ഇന്ന് ഈ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ പുരസ്കാരം അത് നേടിയതിനു ശേഷമുള്ള വലിയ സന്തോഷത്തിൽ അദ്ദേഹം നമ്മളോട് പങ്കുവച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനോ, തീർച്ചയായും മോഹൻലാലിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. അതിനുശേഷം അതിൻ്റെ ആഘോഷം വിപുലമായ രീതിയിൽ തന്നെയാണ് ഇന്ന് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ഉണ്ടായിരുന്നത്. കേക്ക് മുറിച്ചും ഒപ്പം തന്നെ മധുരം പങ്കിട്ടുമായിരുന്നു ആ ആഘോഷ പരിപാടികൾ നടത്തിയത്. സഹപ്രവർത്തകരും ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ ആ ഒരു പരിപാടിയുടെ ഭാഗമായി. ഇദ്ദേഹത്തിന്, അതായത് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ ഒരു 48 വർഷമായി ഈ മലയാള സിനിമയുടെ ഭാഗമായി താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ സത്യസന്ധമായി ആത്മാർത്ഥതയോടുകൂടിയാണ് എല്ലായ്പ്പോഴും താൻ പ്രവർത്തിച്ചത്. അതിൻ്റെ ഒരു നേട്ടം എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾക്ക് മാത്രം വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. അതൊരു കൂട്ടായ ഒരു പരിശ്രമമാണ്. എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ സിനിമ എന്ന മേഖലയിൽ വലിയ ഒരു നേട്ടമുണ്ടാകുവാൻ വേണ്ടി സാധിക്കൂ. അത്തരത്തിൽ തനിക്ക് ഈ ഒരു പരമോന്നത ബഹുമതി ലഭിച്ചതിൽ സിനിമാ മേഖലയിലെ എല്ലാവർക്കും വലിയ ഒരു പങ്കുണ്ട്. അതിനാൽ തന്നെ മലയാള സിനിമയ്ക്ക് ഈ ബഹുമതി സമർപ്പിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം പ്രമുഖരായ നിരവധി പേരുടെ കൂടെ അഭിനയിക്കുവാൻ തനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ അവസരങ്ങൾ ലഭിച്ചതൊക്കെയാണ് തനിക്ക് ഈ ഒരു നേട്ടത്തിലേക്ക് തന്നെ എത്തിച്ചതും എന്നും മോഹൻലാൽ സൂചിപ്പിച്ചു. പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് വളരെ സിമ്പിളായി സംസാരിക്കുന്ന ലാലേട്ടനെയാണ്. ഇത്തവണയും അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ വലിയൊരു ബഹുമതി ലഭിച്ചപ്പോഴും വളരെ സിമ്പിളായി ചിരിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അഭിവാദ്യം ചെയ്യുന്ന മോഹൻലാലിനെ ആയിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. വിപുലമായ ഒരു ആഘോഷം തന്നെയാണ് മോഹൻലാലിനെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടങ്ങളിൽ ഒന്നായി മോഹൻലാലിനെ മാറ്റിയതും ആ ഒരു യാത്ര തന്നെയാണ്. ആ ഒരു മനുഷ്യനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ്. 48 വർഷത്തെ മോഹൻലാലിൻ്റെ യാത്ര എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു ചരിത്രം കൂടിയാണ്. ആ ചരിത്രത്തിനാണ് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് അമൽ നൽകിയത്.